നമ്മൾ ഓരോ രാജ്യത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നെക്സ്റ്റ് ഇയർ ഉറപ്പായിട്ടും തിരിച്ച് ഈ രാജ്യത്തേക്ക് വരണമെന്ന്. എന്നാൽ മോണ്ടനെഗ്രോയിൽ പോയിട്ട് നമ്മൾ പറഞ്ഞത് നെക്സ്റ്റ് മന്ത് തന്നെ തിരിച്ചിങ്ങോട്ട് ഒരു വട്ടം കൂടെ വന്നാലോ എന്ന്. അത്രയ്ക്ക് മനോഹരമായ രാജ്യം. സത്യം പറഞ്ഞാൽ ഇപ്പോഴും മോണ്ടനെഗ്രോ എന്ന് പറയുന്ന വേർഡ് പോലും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ യൂറോപ്പിലാണ്, നിങ്ങൾ ഈ സമ്മറിൽ എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ പ്ലീസ് ചൂസ് മോണ്ടനെഗ്രോ. ഞാൻ ഗ്യാരണ്ടി തരാം, അത്രയ്ക്ക് മനോഹരമായ ഒരു രാജ്യമാണ് മോണ്ടനെഗ്രോ. നമ്മുടെ കണ്ണി കാണുന്ന ആ ഒരു കാഴ്ച ഉണ്ടല്ലോ, ഒരിക്കലും എത്ര ക്യാമറയിൽ എടുത്താലും അത് എത്ര പറഞ്ഞാലും അത് മനസ്സിലാക്കി തരാൻ കഴിയത്തില്ല. അത് നിങ്ങൾ നേരിട്ട് തന്നെ കാണണം. ഞാൻ പോയി കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ രാജ്യം എന്ന് പറയുന്നത് മോണ്ടനെഗ്രോ ആണ്. ഒരു മൗണ്ടൻ പേഴ്സണും ഒരു ബീച്ച് പേഴ്സണിനും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണ് മോണ്ടനെഗ്രോ. ഇത് രണ്ടും ഒരേ സ്ഥലത്ത് തന്നെ നമുക്ക് ഉണ്ട് എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. സന്തോഷ് കുളങ്ങര സാർ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട്, പുള്ളിയുടെ വാർദ്ധക്യത്തിൽ ഈ സ്ഥലത്ത് വന്ന് സെറ്റിൽ ആവാനാണ് ആഗ്രഹമെന്ന്. സത്യം പറഞ്ഞാൽ അവിടെ പോയി കണ്ടിട്ട് നമ്മൾ തന്നെ പറഞ്ഞു നമുക്ക് ഇവിടെ ഒന്ന് സെറ്റിൽ ആയാലോ എന്ന്. അത്രയ്ക്ക് നമുക്ക് ലൈഫ് എൻജോയ് ചെയ്ത് പീസ്ഫുള്ളായിട്ട് ജീവിക്കാൻ പറ്റിയൊരു രാജ്യമാണ്. യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള ഒരു രാജ്യമാട്ടോ മോണ്ടനെഗ്രോ. ടൂറിസം അതേപോലെ അടിപൊളിയായിട്ടുള്ള ഒരു രാജ്യമാണ്. നിങ്ങൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളൊരു കാർ അല്ലെങ്കിൽ വണ്ടി, ഒരു ബൈക്ക് ഒരു സ്കൂട്ടർ റെൻറ്റിന് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതേപോലെ തന്നെ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള രാജ്യമൊന്നും അല്ല കേട്ടോ. ട്രാവലിംഗ് ആണെങ്കിലും നമ്മൾ ഫ്ലൈറ്റിലാണ് പോയത്, പക്ഷേ വലിയ എക്സ്പെൻസ് ഒന്നും ആയിട്ടില്ല. അപ്പ് ആൻഡ് ഡൗൺ €30 അത്രയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.